ഇന്ന് നമുക്കൊരു അടിപൊളി കോക്കനട്ട് ലഡു ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ലഡു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനിയിപ്പോൾ നെയ്യ് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നെയ്യ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുമ്പോൾ 1 കപ്പ് പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. പാൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പാൽ വറ്റുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. പാലൊക്കെ ഇപ്പോൾ ഇവിടെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ലൂസാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒക്കെ നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ അതുവരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ഇതിലെ ജലാംശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് നമ്മൾ ഇതുപോലെ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നല്ല ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിതുപോലെ ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറൊക്കെ മതി. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് ഹാർഡായിട്ട് കിട്ടും. പിന്നെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ കയ്യിലെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലഡു മതി. പിന്നെ അധികം ചേരുവകളൊന്നും വേണ്ടല്ലോ. വെറും 3 ചേരുവകൾ മാത്രം മതി. തേങ്ങയും പാലും പഞ്ചസാരയും അതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്